ഇത് സത്യത്തിലൊരു പ്രഗ്നൻസി ക്രേവിങ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ്. പാനിപ്പൂരി കണ്ടപ്പോഴേ മനസ്സിലായില്ലേ? പക്ഷേ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതല്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എനിക്ക് എന്തോ ഈ പാനിപ്പൂരിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വഴക്കാം. കൊള്ളത്തില്ല, അതിൻ്റെ ആ തരുന്ന വാട്ടറൊന്നും കൊള്ളത്തില്ല, വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് മേടിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് ആണല്ലോ പ്രഗ്നൻസിയിൽ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ സംഭവം പൊളിയായിരുന്നു. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ അത് മിസ്സിങ് ആയത് ആ ഉള്ളിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ വേണമായിരുന്നു. എനിക്ക് പിന്നെ പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കാനുള്ള അത്രയും സമയമൊന്നും നിൽക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു, ക്ഷമ അതെനിക്ക് ഒട്ടുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഒരു പ്രത്യേക ക്രേവിങ്സ് ആണല്ലോ നമുക്ക്. എല്ലാവർക്കും ഉണ്ടാവും ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല, വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കും, പിന്നെ എന്തെങ്കിലും കഴിക്കും. അത് ഒരിതാണ്. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻറ്റും കൂടി ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും വേണം. അതിൻ്റെ കൂടെ തിരളി ഉണ്ടായിരുന്നു, അതിപ്പോൾ അവസാനം വരും കേട്ടോ. കണ്ടോ അമ്മയുടെ തിരളി ഉണ്ടാക്കിയത്, അതും ഞാൻ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഈവനിങ് സ്നാക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ.